ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ ബോണ്ടയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പൊ സബ്സ്ക്രൈബ് ആയിട്ടോ. ഇതിനായിട്ട് 1 കപ്പ് അവില് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പൊ ഇത്രയും മതി. ഞാൻ ഫ്രൈങ് പാനിലേക്ക് അല്പം നെയ്യ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിൽ ബോണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മള് നേന്ത്രപ്പഴം ഇടുന്നതാവും കേട്ടോ നന്നാവുക. അതും നന്നായി പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ, അതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ നേന്ത്രപ്പഴം ഏകദേശം ഈ ഒരു പരിവാവണം കേട്ടോ. ജസ്റ്റ് സ്പൂണ് വെച്ച് ഉടച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ഇടുന്നുള്ളൂ. പഞ്ചസാരയൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മളെ തേങ്ങയും അതുപോലെ നമ്മളെ പഴവും ഒക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് അവില് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ അവിലൊക്കെ നന്നായി ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുന്ന വരെ ഒരു അല്പം നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മളില്ലേ ഈ സമയത്ത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു അല്പം കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 സ്പൂണ് മൈദപ്പൊടിയിലേക്ക് ഒരു നുള്ള് ഇട്ടോ, ഒരു പിഞ്ച് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇട്ട് കൊടുത്ത ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള ബാറ്റർ ആക്കി എടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമുള്ളത്. ഇനി ഇതാ നമ്മളെ ഫില്ലിംഗ് ഇല്ലേ, ഞാൻ ഇവിടെ കൈകൊണ്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം കൈകൊണ്ടൊക്കെ നന്നായി കുഴച്ച് ഇതുപോലെ ഒരു അല്പം എടുത്ത് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലേ, അത് ഓരോന്ന് എടുത്ത് നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് മുക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ചൂട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ ഇപ്പൊ നമ്മള് ബോണ്ട ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഫില്ലിങ്സ് ഓൾറെഡി വെന്തതാണ്. അപ്പൊ ഈ പുറത്ത് ഈ മൈദേന്റെ ഇത് മാത്രമേ ഒന്ന് വേവാനുള്ളൂ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള അവൽ ബോണ്ട റെഡി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നാളെ വേറെ റെസിപ്പി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.